ഉരുൾപൊട്ടലിൻ്റെ വാർത്ത പുറത്തു വന്നത് മുതൽ ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും കേട്ട ഒരു പേരാണ് ട്രീ വാല്യൂ റിസോർട്ടിൻ്റേത്. അതായത് ഈ ഭാഗത്തുള്ള പുഞ്ചിരിമുട്ടം എന്ന് പറയുന്ന പ്രദേശം, അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയത്. ആ പ്രദേശത്തെ വീട്ടുകളിലെ ആളുകൾക്കെല്ലാം അഭയം കൊടുത്ത ഒരു റിസോർട്ടായിരുന്നു ഇത്. ഇവിടെയാണ് 100-ലധികം പേർ കുടുങ്ങിക്കിടന്നത്. പിന്നീട് ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് പൂർണ്ണമായി ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ മിനിഞ്ഞാന്ന് വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാരണം ഇവിടെയുള്ളവർക്ക് മഴ ഒന്ന് ശക്തിയാകുമ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യതയുള്ളപ്പോൾ ഒരുപക്ഷെ ഒരു അപകടം മണക്കാറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ആവണം ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയത്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകൻ അബ്ദുൽ കലാം നമ്മോടൊപ്പം ചേരുകയാണ്. മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. എപ്പോൾ മുതലാണ് ഇവിടേക്ക് വരാൻ തുടങ്ങിയത് ആളുകൾ? അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് മഴ ശക്തിയായപ്പോൾ ഒരു 7 മണിയോടുകൂടി ഈ പ്രദേശത്തുള്ള പുഞ്ചിരിമട്ടം ഭാഗത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി നമ്മളിവിടെ അവർക്കുള്ള താമസം, ഭക്ഷണം, കാര്യങ്ങളൊക്കെ നമ്മളെ സഹോദരന്മാർ അറേഞ്ച് ചെയ്തു. നമ്മളെ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയിട്ട് ഉള്ളൊരു സ്ഥാപനമാണിത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളെ നാട്ടുകാരെ സഹായിക്കുക എന്നുള്ള അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇന്നലെ ഒരു 5 മണിയോടുകൂടി ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. മിനിഞ്ഞാന്ന് വൈകിട്ടേ വരാനുള്ളൊരു കാരണം എന്താ യഥാർത്ഥത്തിൽ? മഴ കൂടി ഇവിടുത്തെ ഒരവസ്ഥ നമുക്ക് ഭീകരമായ മഴ മാത്രം, കാറ്റൊന്നുമില്ല, നിന്ന് പെയ്യുന്ന മഴയപ്പോൾ നമുക്ക് തോന്നിയത്, നമുക്കിതിന് മുന്നേ അനുഭവം 2018 പൊട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അന്ന് ആളുകൾക്കൊന്നും പറ്റാത്തതുകൊണ്ട് പുറം ലോകം ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ അന്ന് ഒരു വിള്ളലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മഴകൾ പെയ്യുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആളുകൾക്കൊരു കണക്ക് കൂട്ടലുണ്ട്. അതിനനുസരിച്ച് അവരൊരു പ്രിക്കോഷൻ എടുത്തതാണ്. അതുകൊണ്ട് കുറേ ആളുകളെ ജീവൻ രക്ഷിക്കാൻ അവരിവിടെ വൈകുന്നേരത്തോടുകൂടി എല്ലാവരെയും നമ്മൾ തന്നെ ഇവിടുന്ന് മാറ്റി പിന്നെ ക്യാമ്പുകളിലൊക്കെ എത്തിച്ചു. നമ്മൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റിസോർട്ടിൻ്റെ പേര്. ഇവിടുത്തെ ആളുകളുടെ ഒരു രീതി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതായത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ വളരെ നന്നായി അവരെ സഹായിക്കുക എന്ന് പറയുന്ന രീതി തന്നെയാണ്. തീർച്ചയായും ഇതിൽ പറഞ്ഞ മറ്റൊരു പോയിന്റ്, മിനിഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ ഇവിടേക്ക് ആളെത്തി എന്നുള്ളത് ഈ പ്രദേശത്തുള്ളവർക്കുള്ള ഒരു അപായ സൂചനയായിരുന്നു. ഈ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാമാണ് 100-ലേറെ വരുന്ന ആളുകൾക്ക് അഭയം നൽകിയത്, ഭക്ഷണം നൽകിയത്. ഒടുവിൽ ഇന്നലെ വൈകിട്ട് 5:30 അവസാനത്തെ ആൾ പോകുന്നത് വരെ ഈ റിസോർട്ടിലുള്ള ആളുകളും മറ്റുള്ളവരും അവരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് വളരെ കുറച്ച് മാറിയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശമാണ്. എന്തായാലും ഇത്രയും ആളുകൾക്ക് അഭയം നൽകി അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ റിസോർട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ട്രീ വാല്യൂ റിസോർട്ട്.